അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്പെക്ട്രം നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രേക്ഷകൻ, നമ്മുടെ ചാനലിൻ്റെ ഒരു വ്യൂവർ, നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് ഈ ഒരു അളവൊക്കെ കണ്ടുപിടിച്ച് അവരുടെ ആംപ്ലിഫയറിൻ്റെ നേരെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഓഡിയക്സിൻ്റെ ഒക്കെ നമ്മളെ സൺബക്ക് സിസ്റ്റം ഉണ്ടല്ലോ, ആ ടൈപ്പിൻ്റെത് കണ്ട് മോട്ടിവേറ്റ് ആയതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കങ്ങനെ തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മോഡലിലേക്ക് ഒരുപാട് എണ്ണം വെക്കാൻ എത്ര ആവുമെന്നുള്ളത് ആലോചിച്ച് എന്നോട് വിളിച്ച് വെച്ച് അങ്ങനെ ലാസ്റ്റ് 4 എണ്ണം വെക്കാം. അതിനുള്ള അവരുടെ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ചിലവാക്കാൻ പറ്റുള്ളൂ. അപ്പം 4 എണ്ണം വെച്ചിട്ട് നമുക്കൊരു സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട്, നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ആ ഒരു താല്പര്യത്തിൽ അവർ തന്നെ പാനലൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇനോവ കണ്ട ഇതൊക്കെ വളരെ ചെറുതാണ്, നമ്മൾ 42 എടുക്കുന്നിടത്ത് ചെറുതാണുള്ളത്. അപ്പോൾ അങ്ങനത്തെ എല്ലാതും അവർ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് കൊണ്ടുവന്ന് ഇത് ഒന്ന് കണക്ഷൻ കൊടുത്തു തരുമെന്ന് വെച്ച് അപ്പോൾ നമ്മളെ ആ വർക്കൊക്കെ ഇതിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ട്രാൻസ്ഫോമർ വെച്ച് സപ്ലൈ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട പണിയുള്ളൂ. വളരെ സിമ്പിൾ സെറ്റപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വല്ലാതെ ഈ ITയിലും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളും ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മളെ മനസ്സിലൊരു ക്രിയേറ്റീവായ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പലതും നമുക്ക് ആലോചിച്ച് നമ്മളതായ ഐഡിയക്ക് നമ്മളെ ആവശ്യങ്ങൾ സാധിപ്പിച്ചെടുക്കാം. അധികം ചിലവില്ലാതെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നടക്കും. ഇതിപ്പം മൊത്തം G-Techൻ്റെ വ്യൂ മീറ്ററുകളാണ്, അതായത് LED സ്പെക്ട്രങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ നേരെ ഇങ്ങനെ എറായിട്ട് നേരെ വെച്ച് കൊടുത്തേക്കാണ്. 4 G-Techൻ്റെ അതിനിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 2000 സംതിങ് 3000 അല്ലേ 2500 സംതിങ് പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പോൾ ഒരു ക്യാബിനറ്റ്, ഒരു പാനൽ, ഈ ലൈറ്റ് കാര്യങ്ങൾ, കൺട്രോൾ, വയറിങ്, നമ്മളെ സർവീസ്, പിന്നെ അതുകൂടാതെ ഒരു ട്രാൻസ്ഫോമർ, ഒരു 5 വോൾട്ട് സപ്ലൈ നമുക്ക് ഇതിന് വേണ്ടിയിട്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതിന് ബോട്ടം പുഷ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ അങ്ങനത്തെ കുറച്ച് ചിലവ് കൂടി കഴിയുമ്പോൾ ഇത് ആ ഒരു രൂപത്തിലേക്കായി. ഇനി പിന്നീട് വേണമെങ്കിൽ ഈ സ്പെക്ട്രം മാറ്റിയിട്ട് അവർക്ക് ഒരു 20 ഡിസ്പ്ലേ വെച്ച് കഴിഞ്ഞാൽ 20 LED വ്യൂ മീറ്റർ ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് ഈ പാനൽ മോഡൽ മാറ്റിയാൽ ഇത് ആ ഒരു അപ്പിയറൻസ് ഏകദേശം അതിനോട് സാമ്യം കിട്ടുമല്ലോ, ശരിയല്ലേ? അപ്പോൾ ആ സാമ്യം കിട്ടും, കറക്റ്റ് അല്ലെങ്കിലും സാമ്യം കിട്ടും. അതിനകത്തുള്ള മോഡുകളൊന്നും ഇല്ല, ഇതിൽ ജസ്റ്റ് പാറ്റേണിൻ്റെ ആ മോഡ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അങ്ങനെ അവരുടെ സ്വന്തം ഐഡിയക്ക് ചെയ്തെടുത്ത ഒരു സംഭവം, ഒരു വ്യത്യസ്തത കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. അപ്പോൾ ഇതുപോലെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളും ചെയ്ത് നോക്കുക. എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹമുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ എന്തെങ്കിലും സിമ്പിൾ വേ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല കാര്യമല്ലേ? അപ്പോൾ ഇതുപോലെ മുമ്പൊരിക്കൽ മറ്റൊരാൾക്ക് ഒരു 2 വർഷം മുമ്പേ കണ്ടോ ഇതുപോലെ G-Techൻ്റെ LED വ്യൂ മീറ്ററും 2 അനലോഗ് വ്യൂ മീറ്ററും വെച്ചിട്ട് ഇതേപോലെ ഒരു പ്ലേ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. അത് ഞാനിവിടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ക്രിയേറ്റീവായിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക, അതാണ് ഞാനിട്ട് വേണ്ടത്. ആരെയും കോപ്പി ചെയ്യുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.